Hello students, Assalamu alaikum. Welcome to Razia'z Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ Cbse 10th മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പേപ്പർ സാമ്പിൾ പേപ്പർ സോൾവിംഗ് ആണ്. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ബുക്ക് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ബുക്ക്. ആൻഡ് ഈ ബുക്കിൽ നമുക്ക് 36 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്. ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബുക്കിൽ 36 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 5 സബ്ജക്ട്സ് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, സോഷ്യൽ ആൻഡ് സയൻസ്, ഇത്രയും സബ്ജക്ട്സിൽ നിന്നും ഉള്ള 36 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു ബുക്കാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ വർഷത്തെ CBSEയുടെ സാമ്പിൾ പേപ്പേഴ്സിന്റെ ഫുള്ളി സോൾഡ് ആയിട്ടുള്ള സെക്ഷനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ബൈ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. Okay, so let us move to the section B of our sample paper of this year, that is 2022, and the first question is this. Okay, question പറഞ്ഞിരിക്കുകയാണ്, following is the distribution of the long term competition in which 250 students participated. മൊത്തം 250 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ലോങ് ടേം കോമ്പറ്റീഷനിലെ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന്റെ മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് മീഡിയൻ ഡിസ്റ്റൻസ് ജംപ്ഡ് ബൈ ദ സ്റ്റുഡൻസ്. അതായത് ഓരോ കുട്ടികളും ആ ഒരു ചാടിയ ലോങ് ജമ്പ് എന്ന് പറയാൻ അറിയാലോ, ആ ഒരു അവര് ചാടിയപ്പോൾ ജമ്പ് ചെയ്തപ്പോൾ കവർ ചെയ്ത ആ ഡിസ്റ്റൻസിന്റെ റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ ഡിസ്റ്റൻസ് ജംപ്ഡ് ബൈ ദ സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മീഡിയൻ ആവട്ടെ, മോഡ് ആവട്ടെ, മീൻ ആവട്ടെ, ഇവര് 3 പേര് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ എന്ന് പറയുന്ന ആളിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ ഇക്വേഷൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസ് നമ്മുടെ ടേബിളിൽ നിന്നും ഏത് ന്യൂമറിക്കൽ വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഭയങ്കരമായിട്ട് തെറ്റും. ഓക്കെ, സോ ആദ്യം നമുക്ക് മീഡിയന്റെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോ മീഡിയന്റെ ഇക്വേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. Median of a grouped data is given by the equation L plus n by 2 minus CF divided by F into H. Okay, so this is the equation there. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ഓരോ ടേംസും എടുക്കേണ്ടത് നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്ത ടേബിളിൽ നിന്നുള്ള ന്യൂമറിക്കൽ വാല്യൂസിൽ നിന്നാണ്. അപ്പൊ അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് അത് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, സോ നോക്കിക്കോ, നമ്മുടെ ടേബിളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ, അതിനെ നമ്മളും സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഷുഡ് റെപ്രസെന്റ് ഇറ്റ് ആസ് ക്ലാസ് ഇന്റർവെൽസ്. ഓക്കെ, സോ ക്ലാസ് ഇന്റർവെൽ എന്ന് എഴുതുക. ആൻഡ് തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവെൽസ് എഴുതട്ടെ. 0 to 1, 1 to 2, 2 to 3, 3 to 4 and 4 to 5. And last ഈ സെൽ ഉപയോഗിക്കുന്നത് ടോട്ടൽ. ഓക്കെ, സം ഓഫ് ദ ടോട്ടൽ വാല്യൂസ് നമുക്ക് വേണം, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി ടേബിളിന്റെ താഴെ അങ്ങനെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് എനിക്ക് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ഞാൻ ക്ലാസ് ഇന്റർവൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസിനെ ഞാൻ എന്തായിട്ടാണ് നമ്മുടെ ടേബിളിൽ റെപ്രസെന്റ് ചെയ്തത്? ഫ്രീക്വൻസി FI എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: 40, 80, 62, 38, 30. ആൻഡ് ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ താഴെ അങ്ങ് എഴുതുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിൽ നമുക്ക് തരുന്നുണ്ട് 250 കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. സോ ഇനി ഞാൻ ഇതിനെ കൂട്ടി നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ഇവിടെ വെച്ച് തന്നെ എഴുതാൻ പറ്റും. 250 ആണ് ടോട്ടൽ. ഓക്കെ, സിഗ്മ FI എന്നതിനെ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ആരാണത്? ക്യാപിറ്റൽ N. നമ്മുടെ ഇക്വേഷൻ എഴുതിയപ്പോൾ കണ്ടിരുന്നോ? L plus n by 2, ദാറ്റ് ഈസ് ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N ആണ് നമ്മുടെ 250 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതേണ്ട രീതി കൺഫ്യൂഷൻ വേണ്ട. ആദ്യത്തെ സെൽ അതുപോലെ എഴുതുക, വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് 40. ഓക്കെ, ആദ്യത്തെ അതുപോലെ എഴുതിയതിനു ശേഷം ഇങ്ങനെ ക്രോസ് ചെയ്ത് കൂട്ടാം. 40 plus 80, 40 plus 80 എത്രയാണ്? 120. ഓക്കെ, 120 plus 62, 182. ഓക്കെ, 182 plus 38, 220. 220 plus 30, 250. ക്ലിയർ? നമ്മൾ ചെയ്ത രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യത്തത് അതുപോലെ എഴുതിയിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ചെയ്ത്
ക്രോസ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോയതാണ്. നോക്കിയേ 40 + 80 120 120 + 62 182 182 + 38 220 220 + 30 250. ആൻഡ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലെ ലാസ്റ്റ് സെല്ലിൽ ദാറ്റ് ഈസ് ലാസ്റ്റ് ക്ലാസ് ഇന്റർവെലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിൽ ബി ഈക്വലന്റ് ടു ദി ടോട്ടൽ സം ഓഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ഈച്ച് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽസ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടാസ്ക്, ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് മീഡിയൻ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. മോഡൽ ക്ലാസ് സെലക്ട് ചെയ്യാൻ അറിയാലോ, അത് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വരുന്ന ക്ലാസ് ഇന്റർവെലാണ് നമ്മുടെ മോഡൽ ക്ലാസ്. ബട്ട് മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. എങ്ങനെയാ ചെയ്യുക? നമ്മുടെ ക്യാപിറ്റൽ എന്നിനെ നോക്കാം. ക്യാപിറ്റൽ എൻ ദാറ്റ് ഇസ് സം ഓഫ് ഫ്രീക്വൻസി ആരാണ്? 250. 250ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 125. ഓക്കെ, സോ 250 when divided by 2 I will get 125. 125 എന്ന് പറയുന്ന ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏത് റേഞ്ചിൽ വരുന്നു? എവിടെയാണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏത് റേഞ്ചിൽ വരുന്നു? നോക്കിക്കേ, 40 പേര് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 40 പേര് ഉൾപ്പെട്ട് ബാക്കി 120, മൊത്തം 120 ഇവിടെ ഉണ്ട്. 120 പേര് ഉൾപ്പെട്ട് ബാക്കി 182 ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും 125 എന്ന് പറയുന്നത് ഈ 120 കടന്ന് 182-അകത്താണുള്ളത്. ദാറ്റ് ഈസ് 182 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഇന്റർവെൽ. ഓക്കെ, ആ ക്ലാസ് ഇന്റർവെൽ ആണ് എന്റെ മീഡിയൻ ക്ലാസ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? n/2th വാല്യൂ ക്യാപിറ്റൽ N 250. 250യുടെ പകുതി 125. 125 എന്ന് പറയുന്ന നമ്പർ ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി റേഞ്ചിൽ ഉൾപ്പെടുന്നു? 40, 120, 125, 120 ഗ്രേറ്റർ ആണ്, എന്നാൽ 182 ലെസർ ആണ്. സോ 120 കഴിഞ്ഞ് ബാക്കിയുള്ള ഇവരുൾപ്പെടെ ബാക്കിയുള്ളവരോട് ഉൾപ്പെടുന്നത് നമ്മുടെ ഈ ക്ലാസ് ഇന്റർവെൽ ആയിരിക്കും. സോ 182 എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഇന്റർവെൽ ഈസ് മൈ മീഡിയൻ ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് എല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലുള്ള ആരൊക്കെ എന്തൊക്കെയെന്ന് അറിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാം ഒരു ക്യാപിറ്റൽ ഒരു L വരുന്നുണ്ട്. ഓക്കെ, ഒരു L. അപ്പൊ L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്, which is equal to 2. ഓക്കെ, this is the median class. അതിന്റെ ലോവർ ലിമിറ്റ് is 2. ആൻഡ് നമ്മുടെ ഇക്വേഷന്റെ അകത്ത് ഒരു n/2 വരുന്നുണ്ട്. n/2 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N is 250. ദാറ്റ് is സം ഓഫ് ഫ്രീക്വൻസി. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 125. സോ n/2 പകരം ആരെ കൊടുക്കും? 125നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് എനിക്ക് ആ n/2 മൈനസ് CF. ഓക്കെ, n/2 മൈനസ് CF എന്നാണ് വരുന്നത്. സോ എനിക്ക് CF എഴുതണം. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, CF എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വെക്കരുത്. ദാറ്റ് ഇസ് റോങ്. cumulative frequency of the class preceding the median class. Median classന്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിന്റെ cumulative frequency ആണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട cumulative frequency. This is my median class. അതിന്റെ cumulative frequency 182. അതിന്റെ തൊട്ടു മുന്നേ ഉള്ള ക്ലാസിന്റെ cumulative frequency is 120. So ഇക്വേഷനിലെ CF ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 120. ന്യൂമറിക്കൽ വാല്യൂ 120. നെക്സ്റ്റ് എന്റെ ഇക്വേഷനിൽ F എന്ന് പറയുന്ന ഒരാളുണ്ട്. So F എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ആണ്. ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഓഫ് which class interval? ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഓഫ് അവർ മീഡിയൻ ക്ലാസ്. നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി. സോ ശ്രദ്ധിക്കുക, മീഡിയൻ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വെക്കരുത്. മീഡിയൻ ക്ലാസിന്റെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ദാറ്റ് is 62. ഓക്കെ, 62. ക്ലിയർ ആണോ? നെക്സ്റ്റ് എനിക്ക് വേണ്ട മറ്റൊരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ H. ഓക്കെ, സോ വാട്ട് ഇസ് H? H is the width ആണ്, ക്ലാസിന്റെ width ആണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 0 to 1 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 minus 0 1, 2 minus 1 1, 3 minus 2 1, 4 minus 3 1, 5 minus 4 1. That is the difference between the upper limit and lower limit of each of the class intervals in your table is 1. So അങ്ങനെയാണെങ്കിൽ H ന് പകരം എന്ത് വാല്യൂ കൊടുക്കേണ്ടത്? 1 ആണ്. ക്ലിയർ ആണോ? എങ്ങനെയാണ് ഈ ഓരോ വാല്യൂസ് കിട്ടിയെന്നുള്ളത്? ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. വെരി സിമ്പിൾ. ആദ്യത്തെ സെൽ അതുപോലെ എഴുതുക, ക്രോസ് ചെയ്ത് ആഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ലാസ്റ്റത്തെ സെല്ലിൽ വന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ന്യൂമറിക്കൽ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് ദ ഫ്രീക്വൻസീസ്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സം ഓഫ് ഫ്രീക്വൻസിയുടെ പകുതി എടുക്കുക, ആ വാല്യൂ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏത് റേഞ്ചിൽ വരുന്നു എന്ന് നോക്കുക. ദാറ്റ് ഈസ് അവർ മീഡിയൻ ക്ലാസ്. ആ ക്ലാസിന്റെ നമ്മുടെ മീഡിയൻ ക്ലാസ് ആണ്. അതിന്റെ ലോവർ ലിമിറ്റ് നമ്മുടെ ഇക്വേഷനിൽ വേണം. n/2 എന്ന് പറയുന്ന വാല്യൂ സം ഓഫ് ഫ്രീക്വൻസിയുടെ പകുതിയാണ്. ഇക്വേഷനിലുള്ള CF എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ആൻഡ് ഇറ്റ് ഈസ് 120. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ ഒരു എഫ് ഉണ്ട്, വെറും ഒരു എഫ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ആണ്. ദിസ് ഇസ് എഫ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് CF. ക്ലിയർ? അപ്പോൾ ഇത് 62. ഇനി h എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആണ്. ദാറ്റ് ഇസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഈ ഫോമിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം വാല്യൂസ് എത്ര വരുന്നു. ഓക്കെ, സോ ഞാനിപ്പം ഈ ഒരു ക്വസ്റ്റിന്റെ വാല്യൂസ് എല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. which is equal to L ന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 2 പ്ലസ് n/2. n/2 എന്ന് പറഞ്ഞാൽ 125. 125 ൽ നിന്നും ഞാൻ CF എന്ന് പറയുമ്പോൾ 120 കുറയ്ക്കണം. ഓക്കെ, 120 ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 62 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അത് ഞാൻ എഴുതുന്നില്ല. ഈസ് ഈക്വൽ എനിക്ക് പറയാൻ പറ്റും 2 പ്ലസ് 125 120 5 ആണ്. 5/62 which is equal to 2 പ്ലസ് ഏകദേശം ഒരു 0.08 സംതിങ് ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു ഒരു 2 ഡെസിമൽ പ്ലേസോളം മതിയാകും നമുക്ക് ഒരു കറക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു എനിക്ക് എഴുതാൻ പറ്റും 2.08. ഓക്കെ, സോ 2.08 is the നമുക്ക് മീഡിയൻ എന്താ കണ്ടുപിടിക്കാൻ? ഡിസ്റ്റൻസ് അല്ലേ? സോ സെന്റിമീറ്റർ ആണ്. സോ സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കട്ടെ. നമുക്ക് മീറ്ററിലാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും മീഡിയൻ എന്ന് പറയുന്നത് 2.08 മീറ്റർ ആണ്. ഓക്കെ, അതായത് ആ ലോങ് ജമ്പ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത 250 കുട്ടികൾ ഓക്കെ അവര് ജമ്പ് ചെയ്തപ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 2.08 മീറ്റർ ആണ്. ക്ലിയർ? സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെക്ഷൻ ബി. അപ്പം ഇതും സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബിക്കോസ് നിങ്ങളെ ഇറങ്ങിയിട്ടുള്ള സാമ്പിൾ പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്, ഓരോ രീതികൾ എല്ലാം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബിലോ ഷോസ് ദ റൺസ് സ്കോർഡ് ബൈ ബാറ്റ്സ്മാൻ ഇൻ 1 day cricket matches. ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് റൺസ്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് ഈ ഓരോ ബാറ്റ്സ്മാന്റെയും മീൻ നമ്പർ ഓഫ് റൺസ് ആണ് എടുക്കേണ്ടത്. സോ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമുക്ക് ഇവിടെ നല്ല ക്ലാസ് ഇന്റർവൽ ആയിട്ട് തന്നിട്ടുള്ളതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ടാബുലേറ്റ് ചെയ്യുമ്പോൾ CI ക്ലാസ് ഇന്റർവൽസ് എന്നുള്ള രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, സോ CI ക്ലാസ് ഇന്റർവൽസ് ആൻഡ് ഇറ്റ് ഈസ് 0 to 40, 40 to 80. ഓക്കെ, പിന്നെ 80 to 100, 80 to 100 അല്ല സോറി 120. നെക്സ്റ്റ് ഇസ് 120 to 160. നെക്സ്റ്റ് ഇസ് 160 to 200. ഈ രീതിയിലാണ് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് എനിക്കുള്ളത് നമ്പർ ഓഫ് ബാറ്റ്സ്മാൻ. ഓക്കെ, നമ്പർ ഓഫ് ബാറ്റ്സ്മാൻസ്. ഇപ്പൊ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ FI ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 12 and 20, 35, 30, 23. അപ്പൊ നമ്മളൊക്കെ ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം കൂടെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ. സം ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് വേണം. സം ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം കൂട്ടുമ്പോഴത്തേക്കും കിട്ടുന്നത് 12 plus 22, 32 plus 35, 67, 67 plus 30 and 23, 120. Okay, the total is 120 there. അങ്ങനെയാണെങ്കിൽ എനിക്ക് സം ഓഫ് ഫ്രീക്വൻസി കിട്ടി. എന്റെ അടുത്ത് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? മീൻ ആണ് കേട്ടോ. മീൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മീൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് 3 ഡിഫറെന്റ് മെത്തേഡ്സ്. 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഡീവിയേഷൻ മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു പേര് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നാണ്. അപ്പൊ ഈ 2 രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കും. മൂന്നാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മുടെ റിമൂവ്ഡ് പോർഷൻ ആണ്. നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ ചെയ്ത് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് ചെറിയ ക്ലാസ് ഇന്റർവൽസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ വലിയ ക്ലാസ് ഇന്റർവൽ ആണെന്നുണ്ടെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കാം. നോക്കിക്കോ, ആദ്യം ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡില് നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇതാ ഈ രീതിയിലാണ്. ശ്രദ്ധിച്ചു, x bar, that is mean of the data, mean of the distributions is given by sigma xi fi divided by sigma fi. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇതിനെ xn fn divided by sigma fn എന്ന് പറയാം കേട്ടോ. അപ്പോ എനിക്ക് ഇനി വേണ്ടത് xi values. If you are provided with class intervals and you need the xi values of each of the observations there, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇക്വേഷന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് xi values വേണം. അപ്പൊ എങ്ങനെ എടുക്കാം? Class marks of the class intervals should be considered as the xi values. Okay, class mark എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാം? upper limit plus lower limit divided by 2. അതായത് ഏകദേശം അതിന്റെ ഒരു മിഡ് പോയിന്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. So 40 plus 0 40 divided by 2 20. Okay, next 80 plus 40 divided by 2 60. Okay, next 120 plus, sorry, ഇവിടെ എനിക്ക് 800 ആണ്, 80 ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇവിടെ 800 ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, 800 അല്ല, 80 ആണ്, 80 to 120 ആണ്. സോ 80 and 120 അതിന്റെ ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ 120 plus 80 by 2 which is equal to 100. നെക്സ്റ്റ് ഇസ് നമുക്ക് വരുന്നത് പറഞ്ഞാൽ 140 ആണ്, നെക്സ്റ്റ് വരുന്നത് 180 ആണ്. സോ ക്ലാസ് മാർക്ക്, അപ്പോ xi വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതുക? xi വാല്യൂസ് എന്ന് പറയുന്നാൽ ഓരോ ക്ലാസ് ഇന്റർവൽസിനെ ക്ലാസ് മാർക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ 0 40 20 40 80 60 ആണ്, 80 120 100 120 160 140 160 200 180 ആണ്. ഓക്കെ, സോ xi വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ആരെ വേണം? നമ്മുടെ ഇക്വേഷനിലെ xi fi. ഓക്കെ, സിഗ്മ fi നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ടോട്ടൽ. ഇനി നമുക്ക് ഈ സെല്ലിന്റെ ടോട്ടൽ വേണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവർ തമ്മിൽ ചെയ്യണം. 12 into 20 which is equal to 240. Next is 120 പിന്നെ രണ്ട് zeros 1200 3500. Okay, 3500. Next 30 into 140 രണ്ട് zeros. Next is okay 4200. Next 180 into 23 180 into 23 which is equal to 4140. Okay, so നമുക്ക് ഇതിന്റെ ടോട്ടൽ വേണം. ടോട്ടൽ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 240 പിന്നെ 1200 പ്ലസ് 3500 പ്ലസ് 4200 പ്ലസ് 4140 which is equal to 13,280. So this is the total. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ xi fi 13,280 ഡിവൈഡഡ് ബൈ സിഗ്മ fi which is equal to 120. രണ്ട് സീറോസ് ക്യാൻസൽ ആയി പോയി. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 110.667 ഈ രീതിയിലാണ് വരിക. നമുക്ക് ഇതെന്ന് പറയുന്നത് റൺസ് ആണ് അല്ലെ. ഓക്കെ, സോ 110.667 is the mean runs of the batsman in the one day match. Okay, so ഇതേ കാര്യം തന്നെ മീൻ ഓഫ് ദ സെയിം ഡേറ്റ തന്നെ എങ്ങനെ അസ്യൂംഡ് മീൻ വെച്ചിട്ട് ചെയ്യാം എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെല്ലിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ വേണ്ട. ഓക്കെ, ഈ xi fi വേണ്ട, ആ കോളം ഒഴിവാക്കണം. പക്ഷെ ഇനി നമുക്ക് എക്സ്ട്രാ ഒരു കോളം കൂടെ വേണം. അതായത് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു കോളം, ഒരു മീനിനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു കോളം ആൻഡ് ദാറ്റ് ഡീവിയേഷൻ ഇൻ ടു റെസ്പെക്ട് ടു fi വാല്യൂസ്. സോ അധികമായിട്ടൊരു കോളം കൂടെ വേണം. സോ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ തന്നെ മീൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് യൂസിംഗ് ദ സെക്കൻഡ് മെത്തേഡ് യുഎസ് സിലബസ്, ദാറ്റ് ഇസ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവൽസിനെ ക്ലാസ് ഇന്റർവൽ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ വേണം. 0 to 40, 40 to 80, 80 to 120 and 120 to 160. Next is 160 to 200. ഈ ഫോമിലേക്ക് എഴുതുക. നെക്സ്റ്റ് fi വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 12, 20, 35, 30, 23 ആൻഡ് നമുക്ക് ലാസ്റ്റ് സെല്ല് ആണ് ദാറ്റ് ഇസ് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഇതിന്റെ ടോട്ടൽ 120 ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് xi വാല്യൂസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലാസ് മാർക്സ് ഓഫ് ഈച്ച് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ, ദാറ്റ് ഇസ് ഏകദേശം മിഡ് വാല്യൂ 40ന്റെ പകുതി 40 മൈനസ് 0 അതിന്റെ പകുതി 20. ഓക്കെ, 80 മൈനസ് 40 അതിന്റെ പകുതി, സോറി അത് രണ്ടുകൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 60. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്നത് 100, നെക്സ്റ്റ് വരുന്നത് 140, നെക്സ്റ്റ് വരുന്നത് 180. സോ ദീസ് ആർ ദ ക്ലാസ് മാർക്സ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് DI, ദാറ്റ് ഇസ് ഡീവിയേറ്റ് ചെയ്യണം.
ഈ കിട്ടിയ XI വാല്യൂസിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പേര് അസ്യൂംഡ് മീൻ മെത്തേഡ്. നമ്മൾ ഒരു മീനിനെ അസ്യൂം ചെയ്യും, ഇതാണ് അതിന്റെ മീൻ എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ നോക്കുക. 1 2 3 4 5 5 പേരുണ്ടെങ്കിൽ കറക്റ്റ് മിഡിൽ നിൽക്കുന്ന ആളിനെ എനിക്ക് അയാളുടെ മീൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ എനിക്ക് നോക്കിയേ 1 2 3 4 5 5 പേരാണ്, ഓഡ് നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു മിഡ് വാല്യൂ പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 100നെ ഞാൻ ഓരോ XI വാല്യൂസിൽ നിന്നും കുറയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഈവൺ നമ്പർ ആണ് വരുന്നെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കറക്റ്റ് നടുക്കെന്നുള്ള ഒരു പൊസിഷൻ കിട്ടും. അതിൽ ഏറ്റവും വലിയ വാല്യൂവിനെ സെലക്ട് ചെയ്തിട്ട് ഡീവിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും DI മൈനസ് 100 ദാറ്റ് ഈസ് DI എന്ന് പറഞ്ഞാൽ XI മൈനസ് A എന്നാണ്. അപ്പൊ 20 മൈനസ് 100 ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് അസ്യൂംഡ് മീൻ. 20 മൈനസ് 100 മൈനസ് 180 100. ഓക്കെ, 60 മൈനസ് 100 മൈനസ് 140. 100 മൈനസ് 100 0. 140 minus 100 40. 180 minus 100 which is equal to 8. Clear? Next നമ്മുടെ അടുത്ത ടേബിൾ നോക്കുക. DIFI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ 12 into minus 80 minus 960. നെക്സ്റ്റ് ഇസ് 20 പിന്നെ 40 അപ്പോ minus 800. 35 into 0 0 ആണ്. നെക്സ്റ്റ് എനിക്ക് വരുന്നത് 1200. Okay, 1200. Next, 23 into 80. 23 into 80, which is equal to 1840. Okay, so ഇനി നമ്മൾ ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇവിടെ ഒരു 1000. സോ അവിടെ ഒരു 40. നെക്സ്റ്റ് 800 പോയി, സോ അവിടെ ഒരു 40. സോ 1280 is the sum. Okay, 1280 is the sum. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് അറിയാമോ? ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ x bar is equal to equation is this a plus sigma fi di divided by sigma fi. This is the equation. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ is equal to a യുടെ വാല്യൂ എത്രയാണ്? assumed mean 100 plus sigma fi di that is 1280 divided by 120. ഈ ഫോമിലേക്ക് വരും which is equal to 100 plus ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി 10 പോയിന്റ് സംതിങ് ആണ് വരിക. ദാറ്റ് ഈസ് 10.667 സംതിങ് ആണ് വരിക. സോ നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേക്കും ടോട്ടൽ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും 110.667. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടുന്നത്. ഡയറക്റ്റ് മീൻ മെത്തേഡ് ഡയറക്റ്റ് മീൻ ഉപയോഗിച്ചിട്ട് ഇതേ ഡേറ്റയുടെ തന്നെ മീൻ കണ്ടുപിടിച്ചപ്പോഴും അതേ ഡേറ്റയുടെ തന്നെ മീൻ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ എപ്പോഴാണ് ഡയറക്റ്റ് മെത്തേഡ് അസ്യൂംഡ് മെത്തേഡ് ചൂസ് ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യൂ അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഓപ്റ്റ് ചെയ്യുക. അവർ പറയുന്നത് ഓപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവൽസ് ചെറുതാണ്, ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവൽസ് വലുതാണെന്നുണ്ടെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിക്കുക. Clear? So let us move to the next question from our section B. Appo question is from the chapter applications of trigonometry and നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് either ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 vertical poles of different heights are standing 20 meter away from each other on the level ground. Okay, അപ്പം ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ കയ്യില് ആൻഡ് ആ ഗ്രൗണ്ടില് 2 പോൾസ് ഉണ്ട്. 2 പോൾസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമ്മൾ ഒരു ഹൈറ്റിൽ പ്ലേസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പോസ്റ്റ് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അവരെല്ലാവരെയും തന്നെ നമുക്ക് പോൾസ് എന്ന് വിളിക്കാൻ പറ്റും. സോ വെർട്ടിക്കൽ പോൾസ് ഉണ്ട് ആൻഡ് ഇവരെന്ന് പറയുന്നത് പരസ്പരം 20 മീറ്റർ ദൂരത്തിലാണ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ആ ഗ്രൗണ്ടിനെയാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് 20 മീറ്റർ ഇൻ മെഷർമെന്റ് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഈ 2 പോൾസ് ഉള്ളത്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഒരു പോളിനെ ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നു ആൻഡ് ഡിഫറെന്റ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഒരാൾ വലുതും ഒരാൾ ചെറുതുമായിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ ഇങ്ങനെയാണ് 2 പോൾസിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നു ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ഫസ്റ്റ് പോൾ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ സെക്കൻഡ് പോൾ ഇസ് 60 ഡിഗ്രി. അപ്പൊ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക.
എങ്ങനെയാണ് നമ്മൾ ആംഗിളിനെ പ്ലേസ് ചെയ്യാന്നുള്ളത്? ആംഗിൾ ഓഫ് ഇലവേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആരുടെ പോളിന്റെ ടോപ്പിൽ നിന്നും രണ്ടാമത്തെ പോളിന്റെ ഫൂട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി എന്നാണ് തരുന്നത്. സോ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുക? ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആംഗിൾ ഒന്ന് 30 ഡിഗ്രിയും ഒന്ന് 60 ഡിഗ്രിയാണ് അല്ലെ. ഒന്ന് 60 ഡിഗ്രി ഒന്ന് 30 ഡിഗ്രി. അപ്പൊ ഞാൻ ആരുടെ ഫൂട്ടിലാണ് ഇത് പ്ലേസ് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതാണ്ടേ ഈ ഒരു പോളിന്റെ ഈ രണ്ടാമത്തെ പോളിന്റെ ഫൂട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് ഇലവേഷൻ ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പോളിന്റെ ടോപ്പിൽ നിന്നും എന്റെ രണ്ടാമത്തെ പോളിന്റെ ഫൂട്ടിലേക്കുള്ള ഫൂട്ടിൽ നിന്നുള്ള എലിവേഷൻ അഥവാ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആരെയായിരിക്കും ഞാൻ 30, ആരെയാണ് 60 എന്ന് മാർക്ക് ചെയ്യേണ്ടി വരിക? സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഹൈറ്റ് കൂടിയ ആളാണ്. ഹൈറ്റ് കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും മറ്റാളിനേക്കാൾ. സോ ദിസ് ഈസ് ദ ആംഗിൾ 60. ഹൈറ്റ് കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംഗിൾ കുറച്ചും കൂടെ ചെറുതായിരിക്കും. സോ ദിസ് ഈസ് ദ ആംഗിൾ 30. ക്ലിയർ ആണോ? ഇത് നമ്മൾ ആദ്യം ഓർത്തിരിക്കുക. ഹൗ ക്യാൻ വി കറക്റ്റ്ലി പ്ലേസ് ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് ഈച്ച് ഓഫ് ദി കണ്ടീഷൻ. അപ്പൊ നമ്മളുടെ ആംഗിൾ ഓഫ് ഇലവേഷൻ ആണ് പറഞ്ഞത്. ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നും നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനിടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. സോ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. സോ നമ്മുടെ ബിൽഡിംഗ് രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ഹൈറ്റ്സ് ആണ്. സോ ഒരെണ്ണത്തിന് ചെറിയ ഹൈറ്റ് എന്നും ഒരെണ്ണത്തിന് വലിയ ഹൈറ്റ് എന്നും ഞാൻ പ്ലേസ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും വലിയ ഹൈറ്റ് ഇതാണ് ഈ രീതിയിലാണ് വരണമെങ്കിൽ ആംഗിൾ 60 ഡിഗ്രി. സ്വാഭാവികമായിട്ട് ഹൈറ്റ് കൂടണമെങ്കിൽ ആംഗിളും വലുതാക്കണം. ആംഗിൾ കുറയും തോറും ഹൈറ്റ് കുറയാണ് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ട് കുറയുകയാണ് ചെയ്യുക. സോ ആ രീതിയിൽ പ്ലേസ് ചെയ്യുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈറ്റ്സ് ഓഫ് ദ ടു പോൾസ്. ഈ രണ്ട് പോൾസിനും ഇടയിലുള്ള ഹൈറ്റ് ആണ് എനിക്ക് വേണ്ടത്. സോറി, രണ്ട് പോൾസിനും തമ്മിലുള്ള ഹൈറ്റ് ആണ് എനിക്ക് വേണ്ടത്. സോ അപ്പൊ ഞാൻ ഇതിനെ മാർക്ക് ചെയ്യാണ്. സോ ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി, ദിസ് ഇസ് ഡി. ഇങ്ങനെ മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രിഗണോമെട്രി വെച്ചിട്ടാണ്. ബിക്കോസ് എനിക്കിവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. എ ബി സി, അവിടെ നമ്മുടെ ബി എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 90 ഡിഗ്രി വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു റൈറ്റ് ആംഗിൾ കാണാൻ പറ്റും ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡി സി ബി. ഡി സി ബി, അവിടെ ആംഗിൾ സിയിലാണ് 90 ഡിഗ്രി വരുന്നത്. ഇനി ഞാൻ നോക്കുമ്പോ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 90 ഡിഗ്രി ആംഗിൾ അല്ലാത്ത ഒരു ആംഗിൾ എനിക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് 30 ഡിഗ്രി. ആൻഡ് എനിക്ക് ഒരു സൈഡ് അറിയാം, അതുപോലെ ഒരു സൈഡ് കണ്ടുപിടിക്കണം. അതാണ് എന്റെ ഹൈറ്റ് ഓഫ് ദ പോൾ. സോ അറിയാവുന്ന സൈഡ് ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ആരാണെന്ന് നോക്കിയപ്പോ ഇസ് ഇറ്റ്സ് അഡ്ജസന്റ് സൈഡ്. കണ്ടുപിടിക്കേണ്ട സൈഡ് ആണ് എന്റെ വെർട്ടിക്കൽ പോളിന്റെ ഹൈറ്റ്. അത് ആ ട്രയാംഗിളിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസന്റ് സൈഡ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. സോ ടാൻ 30 ഈസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും opposite side AB, which is the height of the pole divided by adjacent side, that is BC. അതിനെ എനിക്ക് 20 എന്ന് കൊടുക്കാൻ പറ്റും. And tan 30 degree എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. 1/√3 is equal to AB divided by 20. ഇതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും AB is equal to 20/√3 and meter. 20/√3 meter എന്ന് എനിക്ക് പറയാൻ പറ്റും, which is the height of this pole, 20/√3 meter. നെക്സ്റ്റ് രണ്ടാമത്തെ പോളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? Again, the height of that pole can be considered as one of the side of the right angle triangle DCB, and DCB 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിൾ എന്റെ കയ്യിലുണ്ട്, which is equal to 60 ഡിഗ്രി. ആൻഡ് എനിക്ക് ആ ട്രയാംഗിളിന്റെ ഒരു സൈഡ് എന്റെ കയ്യിലുണ്ട്, അത് 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ അഡ്ജസന്റ് സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡ് ഹൈറ്റ് ഓഫ് ദ പോൾ ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡുമാണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടിന്യൂസ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ടാൻ എന്ന് പറയുന്ന ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോ. സോ ടാൻ 60 can be written as opposite side DC, which is the height of the second pole divided by the distance between the BC, 20. അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും ടാൻ 60 യുടെ വാല്യൂ √3 ആണ്. √3 is equal to DC by 20. From this I can write DC is equal to 20 √3 meter, which is the height of the second pole. So I got
the height of each of the poles. ഇതല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. I have to find the distance between the heights of these poles. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് വലുതിൽ നിന്നും ചെറുതിനെ കുറയ്ക്കാം. That is DC minus AB ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. DC minus AB. നിങ്ങൾക്ക് H1 H2 എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കുന്നത് 20√3 divided by 20 minus √3 meter. Okay. So 20√3 minus 20 by √3, which is equal to ഇതിനെ cross ചെയ്യുമ്പോൾ 20 into √3 into √3 3. That is 60 minus ഒരു 20 ഉണ്ട് divided by √3, which is equal to 40 by √3. So 40 by √3 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 40 by √3 ആണ് നമ്മുടെ ഡിഫറൻസ് ഇൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ആയിട്ട് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പൊ √3 and √3 ആണ് ഞാൻ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ് 40√3 by 3 ഈ ഫോമിലേക്ക് വരും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 40യെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഓക്കെ, 40യെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ I will get 23.09 ഡിഫറൻസ് അല്ലേ ഇൻ മീറ്റർ. Okay, so 23.09 meter is the difference between the heights of the two vertical poles given in my question. Clear? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഓപ്ഷൻ. Okay, ഓപ്ഷണൽ ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. And this is also from the chapter Applications of Trigonometry. Question is this: a boy 1.7 meter tall is standing on a horizontal ground. Okay, 50 meter away from a building. The angle of elevation of the top of the building from his eye is 60 degree. Calculate the height of the building and take √3 is equal to 1.73 here. Okay, so അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്റെ കയ്യില് എന്റെ ക്വസ്റ്റനിൽ ഒരു 1.7 മീറ്റർ ലെങ്ത് ഉള്ള ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയെ പറ്റി പറയുന്നുണ്ട്. ഈ കുട്ടി 50 മീറ്റർ ദൂരത്തിലാണ് മറ്റൊരു ബിൽഡിംഗിൽ നിന്നും. ഓക്കെ, സോ അപ്പൊ ഞാൻ വരയ്ക്കുമ്പോ this is okay, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് which is equal to 50 meter. Okay, അങ്ങനെയാണെങ്കിൽ കുട്ടിയെ നമുക്ക് തന്നെ 1.7 മീറ്റർ എന്നുള്ള രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യാം. 1.7 മീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടി. നെക്സ്റ്റ് ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് ആൻഡ് ആ ബിൽഡിംഗ് ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ ഹൈറ്റ് എനിക്ക് അറിയില്ല, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം ഈ കുട്ടിയുടെ ഐസ്. ഓക്കെ, ഐസിൽ നിന്നും ബിൽഡിംഗിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. സോ ആ കുട്ടിയുടെ ഐസിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൊറിസോണ്ടൽ സർഫേസ് ഷുഡ് ബി കൺസിഡേർഡ്. ആ ഐയിൽ നിന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈ ഹൈറ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ സർഫേസ്. നമ്മൾ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഹൊറിസോണ്ടൽ സർഫേസ് നമ്മൾ ഈ കുട്ടിയുടെ ഹൈറ്റിന്റെ ആ ഒരു ലിമിറ്റിന് അപ്പുറത്ത് വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ, ഈ രീതി. So this angle is provided as 60 degree in my question. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ നിന്നും ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗിന്റെ കുറച്ച് ഭാഗം എനിക്ക് പറയാൻ പറ്റും. തന്നെ 1.7 മീറ്റർ. സോ ഇങ്ങനെ പറയുമ്പോൾ ഇത്ര ഭാഗം 1.7 മീറ്റർ ആണ്. സോ ആദ്യം മാർക്ക് ചെയ്യട്ടെ. ദിസ് ഇസ് AB. ഓക്കെ, ദിസ് ഇസ് CD. ദിസ് ഇസ് E. ഓക്കെ, ഈ രീതിയിൽ മാർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ BC ഈസ് ഈക്വൽ ടു AD, ദാറ്റ് ഇസ് 1.7. എനിക്ക് ഇത്രയും ഭാഗത്തിന്റെ ഒരു നീളം കണ്ടുപിടിച്ചാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഈ 50 മീറ്റർ തന്നെയായിരിക്കും ഇവിടെ. ദിസ് ഇസ് ഓൾസോ 50 മീറ്റർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ECD അല്ലെങ്കിൽ DCE എന്ന് കൊടുക്കുക. സോ ദിസ് ഇസ് മൈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിൽ 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിൾ ഉണ്ട് which is equal to 60 degree. ആൻഡ് ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് എനിക്ക് മെഷർമെന്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഇസ് ഇസ് അഡ്ജസന്റ് സൈഡ്. ആൻഡ് എനിക്ക് ക്വസ്റ്റനിൽ കണ്ടുപിടിച്ചാൽ ടോട്ടലി ഉത്തരം കിട്ടാൻ പോകുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഇസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസന്റ് സൈഡ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോ ഇസ് tan. സോ tan 60. Okay, tan 60 is equal to opposite side by adjacent side. Opposite side is EC divided by adjacent side is 50. So എനിക്ക് പറയാൻ പറ്റും EC is equal to 50. Tan 60 is equal to √3. 50√3 meter. Okay, ഇവിടെ വരുന്നത് 50√3 meter ആണ്. And height of the pole എനിക്ക് height of the building. Height of the building എന്ന് പറഞ്ഞാൽ totally BE ആണ്. Okay, so height is equal to എനിക്ക് പറയാൻ പറ്റും BC plus EC, which is equal to 1.7 plus
50 root 3 and root 3 യുടെ value 1.73 എടുക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. So 50 into 1.73 50 root 3 which is equal to 86.60 answer plus 1.7 which is equal to 88.30. Okay, 88.30 meter. Clear?